ഇന്ന് നാം പോകുന്നത് യശ്വന്ത്പൂരിൽ നിന്നും ഷിമോഗ വരെ പോകുന്ന വിസ്റ്റാഡോം കോച്ചിൽ ഒരു യാത്രയ്ക്കാണ്. മംഗലാപുരത്തു നിന്നും വൈകുന്നേരം 6:30 പുറപ്പെടുന്ന മുരുടേശ്വർ ബാംഗ്ലൂർ ട്രെയിനിൽ ഞാനും ഭാര്യയും കൂടി പുറപ്പെട്ട് രാവിലെ 6:30 മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും അവിടെ നിന്നും മറ്റൊരു ട്രെയിനിൽ കയറി യശ്വന്ത്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 8 മണിയോടെ എത്തുകയും ചെയ്തു. പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് 9 മണിയോടെ വിസ്റ്റാഡോം കോച്ച് പുറപ്പെടുന്ന പ്ലാറ്റ്ഫോം നമ്പർ 6 എത്തി. യശ്വന്ത്പൂരിൽ നിന്നും ഷിമോഗ സിറ്റി വരെ പോകുന്ന ഇന്റർസിറ്റിയുടെ ഒരു കോച്ചാണ് വിസ്റ്റാഡോം കോച്ച്. യശ്വന്ത്പൂരിൽ നിന്നും പോകുമ്പോൾ ട്രെയിനിൻ്റെ അവസാന കോച്ചായിട്ടാണ് വിസ്റ്റാഡോം കോച്ച് ഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് വിസ്റ്റാഡോം കോച്ചെന്ന്. ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇരുവശങ്ങളിലും വലിയ ഗ്ലാസ് വിൻഡോ ഘടിപ്പിച്ച, പുറകുവശത്തു നിന്നും 180 ഡിഗ്രി വരെ കാഴ്ച ലഭിക്കുന്ന, ട്രെയിനിൻ്റെ മേൽക്കൂര ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സമ്പൂർണ്ണ എയർ കണ്ടീഷൻ കോച്ചാണ് വിസ്റ്റാഡോം കോച്ച്. കർണാടകത്തിൽ ഇപ്പോൾ വിസ്റ്റാഡോം കോച്ചുകൾ ഒന്ന് ഷിമോഗയ്ക്കും മറ്റൊന്ന് യശ്വന്ത്പൂരിൽ നിന്ന് മംഗലാപുരം ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനുമാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഷിമോഗ ട്രെയിനിൽ 1 മംഗലാപുരം ട്രെയിനിൽ 2 വിസ്റ്റാഡോം കോച്ചുകളാണ് നിലവിൽ ഉള്ളത്. സാധാരണ ട്രെയിനിൻ്റെ നിരക്കിൻ്റെ 6 ഇരട്ടിയാണ് നിലവിലെ വിസ്റ്റാഡോം കോച്ചിൻ്റെ നിരക്ക്. എന്നാലും എല്ലാ ദിവസങ്ങളിലും, പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലും എപ്പോഴും ഫുൾ ബുക്കിംഗ് ആയിരിക്കും. 360 ഡിഗ്രി തിരിയുന്ന പുഷ് ബാക്ക് സീറ്റുകളാണ് നൽകിയിരിക്കുന്നത് യാത്ര സുഖകരമാക്കാൻ. മെറൂൺ കളറിലെ സീറ്റുകളും ലഗേജ് വെക്കാൻ ബാഗേജ് റാക്കുകളും നൽകിയിട്ടുണ്ട് കോച്ചിൻ്റെ ഒരു അറ്റത്തായി. 9:15 യശ്വന്ത്പൂരിൽ നിന്നും പുറപ്പെട്ട് 2 മണിക്ക് ഷിമോഗയിൽ എത്തിച്ചേരുകയും 2:45 തിരികെ യശ്വന്ത്പൂരിലേക്ക് വരികയും ചെയ്യുന്ന രീതിയിലാണ് ട്രെയിനിൻ്റെ സമയക്രമം ക്രമീകരിച്ചിട്ടുള്ളത്. യശ്വന്ത്പൂരിൽ നിന്നും ചെറിയ 11 സ്റ്റേഷനുകൾ പിന്നിട്ട് ട്രെയിൻ ഇപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പായ തുംകൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. തുംകൂർ വിട്ടാൽ കൃഷി ഇടങ്ങൾക്ക് നടുവിലൂടെയാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. തെങ്ങും കവുങ്ങും കാപ്പിയും ആണ് പ്രധാന കൃഷികൾ. പാടങ്ങൾ പാട്ടത്തിനെടുത്ത് ഇഞ്ചി കൃഷി ഇറക്കുന്ന ധാരാളം മലയാളികളെ ഇവിടെ കാണാൻ സാധിക്കും. അധ്വാനം കൊണ്ട് പൊന്നു വിളയിക്കുന്ന മലയാളി, മണ്ണിൻ്റെ ഐശ്വര്യമായ മലയാളി, ഏത് മണ്ണിനോടും മല്ലിട്ട് പൊന്നു വിളയിക്കാൻ കെൽപ്പുള്ള മലയാളി. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ സൗകര്യങ്ങളൊക്കെ നമുക്കായി ഒരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തെക്കുറിച്ചാണ്. ട്രെയിനിൻ്റെ ഫുൾ ഫോം എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല. ട്രെയിനിൻ്റെ ഫുൾ ഫോം ടൂറിസ്റ്റ് റെയിൽവേ അസോസിയേഷൻ ഇൻകോർപ്പറേഷൻ എന്നാണ്. ആരും മറക്കല്ലേ. ഭാരത സർക്കാരിൻ്റെ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു ബൃഹത്തായ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. 2023 കണക്കനുസരിച്ച് റെയിൽവേ ഏറ്റവും വലിയ റെയിൽ ശൃംഖലയാണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ ട്രാക്കിൻ്റെ ആകെ നീളം 1,32,310 കിലോമീറ്ററാണ്. അതിൽ ട്രെയിനിൻ്റെ നിത്യസഞ്ചാരത്തിനായി ഇപ്പോൾ ഉപയോഗിക്കുന്ന ട്രാക്കിൻ്റെ നീളം 1,06,493 കിലോമീറ്ററാണ്. ഇതിൻ്റെ 97% വൈദ്യുതീകരിക്കാൻ റെയിൽവേക്ക് ഇതിനോടകം സാധിച്ചു. ആകെ 1.2 മില്യൺ ജോലിക്കാർ ജോലി ചെയ്യുന്ന ലോകത്തെ 9ാമത്തെയും ഇന്ത്യയിലെ 2ാമത്തെയും ബൃഹത് സ്ഥാപനം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ 6 റീജിയനുകളായും 18 സോണുകളായും തിരിച്ചിരിക്കുന്നു സുഗമമായ പ്രവർത്തനത്തിനായി. സ്റ്റീം എഞ്ചിൻ ശക്തി പകരുന്ന ആദ്യ ട്രെയിൻ മദ്രാസിൽ 1837 പ്രവർത്തനം ആരംഭിച്ചു. ആദ്യ പാസഞ്ചർ ട്രെയിൻ 1853 മുംബൈയിൽ നിന്നും താനെയിലേക്ക് കന്യാത്ര നടത്തിയത്. 1925 ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ബോംബെയിൽ DC ട്രാക്ഷനിൽ ഓടിത്തുടങ്ങി. ആദ്യ ലോക്കോമോട്ടീവ് നിർമ്മാണ യൂണിറ്റ് ചിത്തരഞ്ജനിൽ 1950 ആദ്യ കോച്ച് നിർമ്മാണശാല മദ്രാസിൽ 1955 ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ റെയിൽവേ വിവിധ തരത്തിലുള്ള ട്രെയിനുകളാണ് നിലവിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി വന്ദേ ഭാരത് ട്രെയിനുകളും മെട്രോ ട്രെയിനുകളും 2027 ആകുമ്പോഴേക്കും സ്കൈ ട്രെയിനുകളും ഇന്ത്യൻ റെയിൽവേക്ക് സ്വന്തമാകും. 2023 കണക്കനുസരിച്ച്
3,18,196 ഫ്രൈറ്റ് വാഗണുകളും 84,863 പാസഞ്ചർ കോച്ചുകളും 10,238 ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളും 4,543 ഡീസൽ ലോക്കോമോട്ടീവുകളും ആണ് ഇന്ത്യൻ റെയിൽവേക്ക് സ്വന്തമായുള്ളത്. ആദ്യ പാസഞ്ചർ ട്രെയിൻ 14 കോച്ചുകളോടുകൂടി മുംബൈയിൽ നിന്നും പുറപ്പെടുമ്പോൾ 3 ആവി എഞ്ചിനുകളാണ് അതിന് കരുത്ത് പകർന്നിരുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആ എഞ്ചിനുകൾക്ക് നാം നൽകിയ പേരുകൾ സാഹിബ്, സിന്ധ്, പിന്നെ സുൽത്താൻ എന്നാണ്. ആദ്യ സഞ്ചാരദൂരം 39 കിലോമീറ്റർ ആയിരുന്നു. ബാംഗ്ലൂരുവിലേക്ക് ആദ്യ ട്രെയിൻ സർവീസ് തുടങ്ങുന്നത് ബാംഗ്ലൂരു കണ്ടോൺമെൻറ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. 1864 ആണ് അത് തുടങ്ങുന്നത്. കണ്ടോൺമെൻറ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജോലാർപേട്ട വരെ നീളുന്ന 149 കിലോമീറ്റർ ബ്രോഡ് ഗേജ് ലൈനാണ് ആദ്യം സ്ഥാപിതമാകുന്നത്. മദ്രാസ് റെയിൽവേ കമ്പനി ആണ് ഈ ലൈൻ സ്ഥാപിക്കുന്നത്. ഇപ്പോൾ 803 കോടി വാർഷിക വരുമാനമുള്ള KSR ബാംഗ്ലൂരു സ്റ്റേഷനാണ് ബാംഗ്ലൂരുവിലെ ഏറ്റവും തിരക്കുള്ള സ്റ്റേഷൻ. ഇന്ത്യയിലെ ഏറ്റവും പഴയ സ്റ്റേഷൻ മുംബൈയിലെ ഇപ്പോൾ ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനസ് എന്ന് അറിയപ്പെടുന്ന പഴയ വിക്ടോറിയ സ്റ്റേഷൻ ആണ്. ട്രെയിൻ അങ്ങനെ തുംകൂറുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തുംകൂറു ഇപ്പം ഔദ്യോഗികമായി തുമക്കൂറു എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് തുംകൂറു. ബാംഗ്ലൂരിൽ നിന്ന് 70 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ്, സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നഗരവും തലസ്ഥാനവും. നാഷണൽ ഹൈവേ 48ഉം നാഷണൽ ഹൈവേ 73 എന്നിവയ്ക്കൊപ്പം ഇത് സ്ഥിതി ചെയ്യുന്നു. തുംകൂറു ജില്ലയുടെ ആസ്ഥാനമാണിത്. 835 മീറ്റർ ഉയരത്തിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയായ ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് തുംകൂറുവിലാണ് ആദ്യം ആരംഭിക്കുന്നത്. 2014 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. തുംകൂറും സ്മാർട്ട് സിറ്റി മിഷൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിൽ വികസിപ്പിക്കാൻ പോകുന്ന 100 സ്മാർട്ട് സിറ്റികളിൽ ഒന്നുകൂടിയാണ് തുംകൂറു. 2010 ഓഗസ്റ്റ് 28 മുതൽ തുംകൂറിന് ഒരു സിറ്റി കോർപ്പറേഷൻ്റെ പദവി ലഭിച്ചു. തുംകൂറു എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്ന് നാം ചിന്തിക്കുമ്പോൾ തുമ്പെ ഹൂറു എന്നതിൽ നിന്ന് ആകാം തുംകൂറു എന്ന് പരിവർത്തനം ചെയ്യപ്പെട്ട് ഇപ്പോൾ ഈ സിറ്റി അറിയപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കാരണം തുമ്പെ ഹൂവു ഒരു തരം ചെറിയ പുഷ്പമാണ്. അതിൽ നിന്നാകാം തുമ്പെ ഹൂറു എന്ന് അത് പരിഷ്കരിച്ച് തുമക്കൂറു ആയി മാറിയത് എന്ന് ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നത് തമട്ടെ ഊറു എന്ന് നാടോടി സംഗീത താളവാദ്യമായ തമട്ടയിൽ നിന്നാകാം ഒരുപക്ഷെ തുമക്കൂറു എന്ന പേര് ഉരുത്തിരിഞ്ഞത് എന്നാണ്. ഈ പ്രദേശത്ത് ധാരാളം തെങ്ങുകൾ ഉള്ളതിനാൽ കൽപ്പത്തരു നാട് എന്നും ഈ നാട് അറിയപ്പെടുന്നു. ചോളരുടെ ഭരണകാലത്ത് ഗൂളൂർ അവരുടെ തലസ്ഥാനമായിരുന്നുവെന്ന് മറ്റൊരു കഥ പറയുന്നു. തുംകൂർ ഉയർന്ന ഉയരത്തിലുള്ള സ്ഥലമായതിനാൽ കാവൽക്കാർ ഏതെങ്കിലും കുന്നിൻ മുകളിൽ തുമാക്കി ഉപയോഗിച്ച് അവിടെയുണ്ടായിരുന്ന ഏതെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടായാൽ ശബ്ദം പുറപ്പെടുവിക്കുമായിരുന്നു. അതിനാൽ ആയിരിക്കാം ഈ പേര് ലഭിച്ചത് എന്നും ഒരു വിശ്വാസമുണ്ട്. 2014 ഒക്ടോബറിൽ തുംകൂറിൻ്റെയും മറ്റ് 12 നഗരങ്ങളുടെയും പേര് ഔദ്യോഗികമായി പുനർനാമകരണം ചെയ്യാനുള്ള അഭ്യർത്ഥനയ്ക്ക് ഇന്ത്യൻ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. 2014 നവംബർ 1 മുതൽ നഗരം ഔദ്യോഗികമായി തുമക്കൂറു എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ തെക്കൻ സംസ്ഥാനമായ കർണാടകയിലെ ഒരു നഗരം കൂടിയാണ് തുമക്കൂർ. ചരിത്രാതീത കാലഘട്ടം മുതൽ ആരംഭിക്കുന്ന ഒരു നീണ്ട ചരിത്രം കൂടിയുണ്ട് തുമക്കൂറുവിന്. ഇങ്ങനെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന് പേരുകേട്ട ഈ പ്രദേശം പുരാതന കാലത്ത് വ്യാപാരത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും പ്രധാന കേന്ദ്രമായിരുന്നു.